അപ്പോൾ ഓക്കെ. കുറച്ച് ദിവസമായി വന്നിട്ട്. അപ്പോൾ നിങ്ങൾ ChatGPT 5 ലോഞ്ച് ചെയ്തത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അവർ 5ാമത്തെ മോഡൽ ലോഞ്ച് ചെയ്ത് നിങ്ങൾ ഇൻ്റർനെറ്റ് തപ്പി നോക്കിയാൽ എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. ടെക് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നല്ല ഹൈപ്പാണ്. ട്വിറ്ററിലായാലും ഏടെ നോക്കിയാലും നല്ല ഹൈപ്പാണ് നമ്മളെ ChatGPT. അത് GPT-5 എന്ന് പറഞ്ഞ മോഡലിന്. Today, finally, we're launching GPT-5. GPT-5 is a major upgrade over GPT-4 and a significant step along our path to മോഡലിന് അത്രയും നല്ല ഹൈപ്പാണ് ഉള്ളത്. അപ്പോൾ നിങ്ങളത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ ഒന്ന് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണം, അല്ല സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്ത് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോൻ്റെ അടിയിൽ ചോദിച്ചു. ഞാൻ അടുത്ത വീഡിയോ എന്താ ചെയ്യണം, നിങ്ങൾക്ക് ഏതാ ടോപ്പിക്ക് വേണ്ടതെന്ന് വെച്ചാൽ അത് നിങ്ങൾ പറഞ്ഞു. ഞാൻ അടുത്ത ആ ടോപ്പിക്കായിട്ട് ഞാൻ വരാം. അപ്പോൾ ഞാൻ ഒന്നും കൂടി പറയുന്നത്, നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടില്ല ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം. ഒന്നെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ഒരു 100 പിടിക്കണ്ടേ. ഞാൻ ഇവിടെ 42 ഇങ്ങനെ ഓടിക്കളിക്കില്ല. നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മളെ ChatGPT 5 ഞാൻ ലോഞ്ച് ചെയ്തിട്ടുണ്ടായി. അപ്പോൾ നമ്മളെ സാം ഓൾട്ട്മാൻ എല്ലാം പറഞ്ഞതെന്ന് വെച്ചാൽ അതായത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മോഡലാണ്. അതായത് കോഡിങ്ങിൻ്റെ കാര്യത്തിലായാലും സാം ഓൾട്ട്മാൻ അവകാശപ്പെടുന്നതെന്ന് വെച്ചാൽ കോഡിങ്ങിൻ്റെ ഏറ്റവും പീക്ക് ലെവലായിട്ടുള്ള പെർഫോമൻസ് കാണിക്കുന്നതാണ് ആര് പറഞ്ഞ സാം ഓൾട്ട്മാൻ. അത് ChatGPTൻ്റെ CEO അണ്ണൻ പറഞ്ഞത് അങ്ങനെയാണ്. അപ്പോൾ പുതുതായിട്ടുള്ള മാറ്റങ്ങൾ എന്തെല്ലാം ചോദിച്ചാൽ, നമുക്ക് സാധാരണ എപ്പോൾ ഉള്ളൊരു പ്രോബ്ലം ആയിരിക്കും. നമ്മളിപ്പോൾ ഒരു നിങ്ങൾ ചോദിച്ച് വർക്ക് ചെയ്ത് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മളിപ്പോൾ ഒരു ടോപ്പിക്ക് അതിനോട് സംസാരിച്ച്, അല്ലെങ്കിൽ നിങ്ങളൊരു വെബ്സൈറ്റ് ഉണ്ടാക്കാൻ നിന്ന് എന്തെങ്കിലും ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ടോപ്പിക്ക് സംസാരിച്ച് അതൊക്കെ അങ്ങ് കൂടി വരുന്ന സമയം എന്ന് വെച്ചാൽ അവസാനം അതിൻ്റെ ഒരു മൈൻഡ് കട്ടാകുന്നൊരു പ്രശ്നമുണ്ട്. അതായത് നിങ്ങൾ ആദ്യം തുടങ്ങി എന്നിട്ട് ആ ചോദിച്ച് അതിനെ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾ വീണ്ടും ചോദിച്ച് അവസാനത്തോട്ട് എത്തുന്ന സമയം എന്ന് വെച്ചാൽ അതിൻ്റെ പാത്ത് വേ മാറും. നമ്മൾ ചോദിക്കുന്ന സാധനമല്ല പറഞ്ഞു തരുമോ, എന്തെങ്കിലും ആയിരിക്കും നമുക്ക് തരുന്നൊരു മറുപടി. അതാണ് എപ്പോൾ സംഭവിക്കൽ. അത് നിങ്ങൾക്ക് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ AI യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും. അവസാനത്തോട്ട് എത്തുമ്പോൾ നമ്മൾ വലിയൊരു എക്സ്പാൻഡ് ആകുന്ന സമയമാണ്. ടോപ്പിക്ക് എക്സ്പാൻഡ് ആയി വരുമ്പോൾ ലാസ്റ്റ് ഉത്തരവില്ല. നമ്മൾ പറയുന്നൊന്നും ആയിരിക്കില്ല, അതിന് തോന്നിയതുപോലെ ആയിരിക്കും പറഞ്ഞുതരാം. അപ്പോൾ GPT-5 ആ ഒരു പ്രശ്നം അവർ സോൾവ് ചെയ്തിട്ടുണ്ട്. ഇത് അത്ര ഫുള്ളായിട്ട് സോൾവ് ചെയ്തെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആ ഒരു എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ അതായത് നമ്മളിപ്പോൾ മാർക്കറ്റിലുള്ള മോഡലിനെ വെച്ച് മറ്റുള്ളതിൽ കമ്പയർ ചെയ്യുന്ന സമയം കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ChatGPT-5 പെർഫോം ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് ബെഞ്ച് മാർക്ക് നോക്കിയാലും എല്ലാം മനസ്സിലാവും. ഞാൻ അവസാനം ഈ വീഡിയോൻ്റെ ആ ഒരു പകുതിയാകുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ബെഞ്ച് മാർക്ക് റിസൾട്ട് ഞാൻ കാണിച്ചു തരാം. പിന്നെ മെമ്മറി തന്നെ ഇപ്പം പറയാം. മെമ്മറി മാനേജ്മെൻറ്റ് അത്യാവശ്യം നല്ല സെറ്റാക്കിയിട്ടുണ്ട്. ഒരു നല്ലൊരു കാര്യം തന്നെ അതാണ് ഉള്ളത്. പിന്നെയെന്ന് വെച്ചാൽ ഹാലുസിനേഷൻ്റെ അത് നിങ്ങൾക്ക് അറിയായിരിക്കും. അതായത് എന്താന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ടോപ്പിക്ക് അതിനോട് ചോദിച്ച് ആ ടോപ്പിക്ക് ഒരു മണ്ടത്തരാണെങ്കിൽ വെച്ചോ, ആ മണ്ടത്തരാണെങ്കിൽ അതന്നെ തുടർന്ന് പറഞ്ഞു പോകുന്ന സെറ്റപ്പ്. അല്ലെങ്കിലും നമ്മൾ ചോദിച്ചതിന് ചിലതിന് മറുപടി തരുന്നില്ല, അല്ലെങ്കിൽ തിങ്കിങ് അതായത് കുറച്ച് സ്റ്റക്കാകുന്ന സ്റ്റക്കല്ല, ഒരു തടസ്സം അതിങ്ങനെ പുറത്ത് വരാം. അപ്പോൾ അത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് അത് ഉത്തരം തരാൻ വേണ്ടി ഇപ്പം ഇതാക്കുന്നുണ്ട്. അതായത് കമ്പാരിറ്റീവ്ലി മറ്റുള്ളതിനെല്ലാം അപേക്ഷിച്ച് നോക്കുമ്പോൾ GPT-5 ബെറ്റർ ആണ്. ഞാൻ അതിൻ്റെ ഒരു ടെസ്റ്റ് ചെയ്ത വീഡിയോ ഞാൻ ഇതിന് ശേഷം, അതായത് ഈ വീഡിയോ ഇട്ടതിന് ശേഷം ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യാം. ടെസ്റ്റ് ചെയ്തിട്ടാണ് ഉണ്ടാകുന്നത്. ഞാൻ ഓൾറെഡി ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അത് വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല. ഇതിന് ശേഷം ഞാൻ അതിൻ്റെ വീഡിയോയും കൂടി ഞാൻ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം. GPT-5 GPT-4 ഉള്ള ഡിഫറൻസ് എന്നാണ്. നല്ല ഫാസ്റ്റാണ് GPT-5. നിങ്ങൾ വെബ്സൈറ്റിൻ്റെ കോഡെല്ലാം ബിൽഡ് ചെയ്യുന്നതാണെങ്കിൽ, അത് വെച്ച് ഉണ്ടാക്കുന്നത് അവരാണെങ്കിൽ നിങ്ങൾക്കത് കൃത്യം ഫീൽ ചെയ്യും. ഇനി എല്ലാം നിങ്ങൾ ഫ്രീ കോഡിങ് വൈബായിട്ടുള്ള ആപ്ലിക്കേഷൻസ് AI ഉണ്ട്. നമ്മൾ ലവബിൾ പോലത്തെ ടംബോ AI യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നമ്മൾ ആ സൈഡിൽ ടെക്സ്റ്റ് കൊടുക്കുന്നതിനനുസരിച്ച് ഇപ്പോൾ ജനറേറ്റ് ആക്കി തരുന്ന സെറ്റപ്പ്. അത് ഇവിടെ ഇപ്പോൾ സ്മൂത്തായിട്ട് GPT-5 വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് കാര്യം എഴുതാമെന്ന് വെച്ചാൽ, നമ്മൾ GPT-5 വരുന്ന സമയം എന്ന് വെച്ചാൽ നമ്മളൊക്കെ പഴയ ChatGPT മോഡൽസ് എങ്ങനെയാണ്, ChatGPT-4 3.5 ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. 3.5 അല്ല, O3 മിനി, നാനോ, ഇതെല്ലാം പറഞ്ഞ മോഡൽസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങളൊരു ഫ്രീ ആയിട്ട് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഈ മോഡൽസ് ഒന്നും നിങ്ങൾക്ക് ചിലപ്പം അറിയാൻ ചാൻസ് ഇല്ല.
ഇത് നിങ്ങൾ പെയ്ഡ് ആയിട്ടുള്ള പെയ്ഡ് പൈസ കൊടുത്ത് ഇതാക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും O3 ഉണ്ടാവും, O3 നാനോ ഉണ്ടാവും, അങ്ങനെ O4 ഉണ്ടാവും, O4 മിനി ഉണ്ടാവും. അങ്ങനെ കുറേ മോഡൽസ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ അകത്ത്. ആ സംഭവം അവർ കംപ്ലീറ്റ്ലി എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് GPT-5 അതായത് എല്ലാവർക്കും സ്റ്റാൻഡേർഡ് ആയിട്ടൊരു വെർഷൻ GPT-5ൻ്റെ, പിന്നെ GPT-5 പ്രോ എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ $200 മാസം എടുക്കണം, എന്നാലേ നിങ്ങൾക്ക് പ്രോ വെർഷൻ കിട്ടും. അതിൻ്റെ അകത്തുള്ള കംപ്ലീറ്റ് ആക്സസ് നമുക്ക് തരുന്നുണ്ട്. എല്ലാ ഫീച്ചേഴ്സും എല്ലാ പാക്കേജും ഉള്ളതാണ് GPT-5 പ്രോ എന്ന് പറഞ്ഞത്. പിന്നെ GPT-5 തിങ്കിങ് മോഡൽ, പിന്നെ ഒരു റീസണിങ് മോഡൽ വേറെയുണ്ട്. ഇനി അത്ര 3 മോഡൽസേ മൊത്തം 3 4 തോന്നുന്നു 3 ഈ മോഡൽസേ ChatGPT അവൈലബിൾ. ആദ്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇപ്പോൾ GPT-4 ഉള്ള സമയം നിങ്ങൾ നോക്കിക്കോ, O4 ഉണ്ടാവും, O4 മിനി ഉണ്ടാവും, O5 ഉണ്ടാവും, അല്ല സോറി O4 തന്നെ നാനോ ഉണ്ടാവും. ഇങ്ങനെ കുറച്ച് കുറേ എന്ത് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ മോഡൽസ് വരുന്നുണ്ട്. ഇപ്പോൾ ഇറങ്ങിയ ഇപ്പോൾ ഇറങ്ങിയല്ലേ കോപ്പൈലറ്റ് നിങ്ങൾ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ താഴെ കാണാൻ പറ്റും 3 മോഡൽസാണ് ഉള്ളത്. അതിനകത്തൊന്ന് സ്മാർട്ട് തിങ്ക്, പിന്നെ ഒന്ന് അവരെ റീസണിങ് മോഡൽ, തിങ്കിങ് ഉണ്ട്, റിസർച്ച്. ഈ 3 മോഡൽസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെയാണ് പിന്നെയെന്ന് വെച്ചാൽ ChatGPTൻ്റെ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുക. പിന്നെന്ന് വെച്ചാൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ഈ AI എപ്പോൾ നമ്മളെങ്ങനെ ടെക്സ്റ്റ് പ്രെഡിക്റ്റ് ചെയ്തിട്ടല്ലേ AI നമ്മളെ മനസ്സിലാക്കുന്നത്. അല്ലാണ്ട് നമ്മളെ ഇമോഷൻസും കാര്യങ്ങളൊന്നും മനസ്സിലായില്ല, നമ്മൾ ടൈപ്പ് ചെയ്ത് അതിനെ അവർ മാച്ച് ചെയ്തിട്ടല്ലല്ലോ AI മനസ്സിലാക്കുന്നത്. അപ്പോൾ ടെക്സ്റ്റ് പ്രെഡിക്ഷനാണ് അത് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ വോയിസ് കുറച്ചും കൂടി, അതാണ് ഏറ്റവും കാര്യം എന്ന് വെച്ചാൽ വോയിസ് എല്ലാവർക്കും ഫ്രീ ആക്കി കൊടുത്തിട്ടുണ്ട്. അതായത് വോയിസിൻ്റെ കാര്യം AI നല്ലോണം, അതായത് GPT മോഡൽസ് നല്ലോണം വന്ന മോഡൽ നല്ലോണം എന്ത് ചെയ്ത് പുഷ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു അതായത് ഇപ്പം നമ്മൾ ടൈപ്പ് ചെയ്യുന്ന മടുത്തിനെങ്കിൽ ഈ വോയിസ് മോഡൽ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതാക്കാൻ പറ്റും. അത് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. കമ്പാരിറ്റീവ്ലി നിങ്ങൾ കോപ്പൈലറ്റിൻ്റെ എല്ലാം വോയിസ് മോഡൽ നോക്കുന്നെങ്കിൽ വേഴ്സ്റ്റ് എക്സ്പീരിയൻസാണ് ചില സമയം എന്ന് വെച്ചാൽ. നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിനല്ല അത് ഉത്തരം തരുന്നത്. നിങ്ങൾ യൂസ് ചെയ്ത് നോക്കിക്കോ. ഞാൻ അച്ചട്ടായിട്ട് പറയുന്നത് കോപ്പൈലറ്റിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അത് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ, ഞാൻ യൂസ് ചെയ്യലില്ല. ഞാൻ ഓൾമോസ്റ്റ് കുറച്ച് AI ഞാൻ കുറച്ച് കൂടുതലായി ഞാൻ യൂസ് ചെയ്യുന്നില്ല. അതിൻ്റെ അകത്ത് എനിക്ക് ഏറ്റവും ഈ ChatGPTൻ്റെ ChatGPT എന്ന് പറയുക കോപ്പൈലറ്റിൻ്റെ നമ്മൾ വോയിസ് കൊടുത്തിട്ട് അതിനെക്കൊണ്ട് സംസാരിച്ച് പറയുമ്പോൾ അത് നമ്മൾ പറയുന്നതിനെ ഉത്തരം തരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഇതിനിടയ്ക്ക് വന്നൊരു അപ്ഡേറ്റിൽ അത് കുറച്ചും കൂടി അവർ ഇമ്പ്രൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ വേണമെങ്കിൽ കോപ്പൈലറ്റിൻ്റെ ഒരു വീഡിയോ ഫുള്ളായിട്ട് ഞാൻ ചെയ്യാം. ഇപ്പം ഒരു കഴിഞ്ഞ അപ്ഡേറ്റ് ഉണ്ടായിന്, ഈ കഴിഞ്ഞ ആഴ്ച ഒരു അപ്ഡേറ്റ് വന്നിന്. അതിൻ്റെ അകത്ത് ഒരു മോഡൽ എക്സ്ട്രാ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു വീഡിയോ, അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൻ്റെ അടിയിൽ പറ, ഞാൻ അടുത്തത് ആ വീഡിയോ ചെയ്യാം. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് അതിൻ്റെ ഒരു സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഈ വെബ്സൈറ്റെല്ലാം ഉണ്ടാക്കുന്ന സമയം ആ ഒരു കോഡ് ചെയ്ത് നമ്മൾ ഉണ്ടാക്കുന്ന സമയം നമുക്ക് വീഡിയോ നിങ്ങൾ ഈ സൈഡിൽ, അതായത് നമ്മൾ വൈബ് ഫ്രീ കോഡിങ് ആയിട്ടുള്ള AI ഇല്ലേ, ലവബേർഡ് പോലത്തെ, നിങ്ങളങ്ങനെ നമ്മുടെ സൈഡിന് കമാൻഡ് കൊടുക്കൂ, അതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇവിടെ ഒരു ടെക്സ്റ്റ് ചെയ്ത് തരൂ. നമ്മൾ എന്നിട്ട് വീണ്ടും ഒന്ന് റിഫ്രഷ് ചെയ്യുമോ ആ സൈഡ് എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പോൾ ആഡ് പ്രൊഫൈൽ ബട്ടൺ ഞാനവിടെ കൊടുത്ത സമയം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ സൈൻ ഇൻ ഡിപ്പറോ പ്രൊഫൈൽ. അപ്പം നമുക്ക് ഞാൻ ഇതിവിടെ കൊടുക്കുന്നതിനനുസരിച്ച് കിട്ടില്ലായിട്ട് പ്രൊമേഡ് ചെയ്യുന്നത് കുറച്ചും കൂടി ഫാസ്റ്ററാണ്. ടെസ്റ്റ് ചെയ്ത് നോക്കുക. ലവബിളെല്ലാം നമ്മളിപ്പോൾ വൈപ്പ് റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാലും അതിന് കുറച്ച് ടൈം എടുക്കും ആ സാധനം സെറ്റ് ചെയ്ത്. ആ API കീയെല്ലാം നമ്മൾ ഇൻ്റഗ്രേഷൻ ചെയ്യുന്ന സമയം കുറച്ച് ടൈം കൂടുതലാണ് അതിന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ ഒരു സാമ്പിൾ കാണിച്ചു തരണം എന്ന് വിചാരിച്ചാൽ അത് കാണിച്ച്. അപ്പോൾ ഓക്കെ. പിന്നെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ അതിനകത്ത് സെർച്ച് ചെയ്യുന്ന സാധനം എന്ത് കൊടുത്താലും ആ ഒരു സ്റ്റക്ക് ചെയ്യാൻ ഞാൻ ഓൾറെഡി അത് പറഞ്ഞു. അപ്പോൾ അത് കുറച്ചും കൂടി എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ഫാസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഞാനത് അടുത്തൊരു കമ്പാരിസൺ വീഡിയോ ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ അകത്ത് ഞാൻ കൃത്യം നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്നാൽ നിങ്ങൾക്കത് കൂടുതൽ മനസ്സിലാവും. ഇതെല്ലാം ChatGPT പറയും, പക്ഷേ ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എനിക്കത് തിരിഞ്ഞ് അതിൻ്റെ അകത്തുള്ള പോലെയല്ല, കുറച്ചും കൂടി ഫാസ്റ്ററായിട്ട് തന്നെയാണ് സംഭവം നമുക്ക് കോഡ് എല്ലാം ആക്കി തരുന്നത്. ഓവറോൾ നോക്കുന്നതെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും കമ്പാരിറ്റീവ്ലി മറ്റുള്ള AI മോഡൽസിനെ വെച്ച്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ എലോൺ മസ്ക് അണ്ണൻ്റെ ഗോർക്കിൻ്റെ മോഡൽ ഇറക്കിയ സമയം, ഗോർക്കിൻ്റെ ലേറ്റസ്റ്റ് മോഡൽ ഫ്ലാഗ്ഷിപ്പ് മോഡൽ ഇറക്കിയ സമയം അണ്ണൻ പറഞ്ഞത് അണ്ണൻ്റെതാണ്, അതായത് കോഡിങ്ങിന് ഏറ്റവും ബെസ്റ്റ് എന്നാണ്. ബട്ട് നമ്മൾ നോക്കുന്നതാണെങ്കിൽ ഓൾമോസ്റ്റ് ബെഞ്ച് മാർക്ക് റിസൾട്ട് എല്ലാം വെച്ച് നോക്കുന്നതാണെങ്കിൽ GPT-5 തന്നെയാണ് ഒരു കുറച്ചും കൂടി ബെറ്റർ. അതാണ് ഇപ്പോൾ കമ്പാരിറ്റീവ്ലി ഞാൻ പറഞ്ഞില്ലേ, AI മോഡൽസ് എടുത്ത് നോക്കുമ്പോൾ GPT-5നാണ്
എല്ലാ കാര്യത്തിലും ഒരു മുൻതൂക്കം. കോഡിങ്ങിൻ്റെ കാര്യത്തിൽ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. അത് നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് മനസ്സിലാവും. നല്ല ഇമ്പ്രൂവ്മെൻ്റ് കോഡിങ്ങിൻ്റെ സൈഡ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ടാകുമ്പോൾ ഞാൻ ഈ വീഡിയോൻ്റെ അവസാനം നിങ്ങൾക്ക് റീസണിങ് മോഡൽ ഞാൻ കാണിച്ചു തരാം. അല്ല സോറി, റീസണിങ് മോഡലല്ല, ഞാൻ പറഞ്ഞത് മാറിപ്പോയി, നിങ്ങൾ ക്ഷമിക്കണം. ബെഞ്ച് മാർക്ക് റിസൾട്ട് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഞാൻ ബെഞ്ച് മാർക്ക് റിസൾട്ട് കാണിച്ചു തരാം. നിങ്ങൾ നോക്കൂ. ഫസ്റ്റിലത്തെ ആർട്ടിഫിഷ്യൽ അനാലിസിസ് ഇൻ്റലിജൻസ് ഇൻഡെക്സിൽ GPT-5 ഹൈ എന്നുള്ള, ഈ ഹൈ എന്ന് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ പ്രോ മോഡലാണ്. മീഡിയം എന്ന് പറയുന്നത് അതിൻ്റെ താഴെയുള്ള ഒരു മോഡൽ. ഞാൻ പറഞ്ഞില്ലേ, ഇനി ആകെ 3-4 മോഡൽസേ വരൂ. ഒന്ന് അവസാനത്തെ ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് നമ്മളെ തിങ്കിങ് മോഡലാണ് ഉണ്ടാവുക. ഒന്ന് റിസർച്ച് മോഡൽ. ഇതാണ് നമുക്ക് എല്ലാവർക്കും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫ്ലാഷ് മോഡൽസ് ഉണ്ടാവും. ഫ്ലാഷ് മോഡൽ എല്ലാവർക്കും സ്റ്റാൻഡേർഡ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നിടത്തൊക്കെ ഇതാ ഗോർക്കാണ്. ഇതാ 4ാമത്തെ ഗോർക്കിൻ്റെ മോഡലാണ്. ഇതാണ് എലോൺ മസ്ക് സാധനം ഇറങ്ങിക്കഴിഞ്ഞിട്ടാണ് തോന്നുന്നത് അണ്ണൻ പറഞ്ഞത് അൻ്റെതാണ് ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ. ഇത് ഞാൻ പറഞ്ഞില്ല, ഇത് ആ ബെഞ്ച് മാർക്ക് റിസൾട്ടാണിത്. ഇത് ഔട്ട്പുട്ട് ടോക്കൺ അതെല്ലാം എല്ലാത്തിലും അത്യാവശ്യം ഇവിടെ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. സോ എല്ലാ സൈഡും നമ്മൾ നോക്കുന്നതാണെങ്കിൽ നമ്മളെ മാർക്കറ്റിലുള്ള മോഡലിൽ എല്ലാത്തിലും ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ മാർക്കറ്റിലുള്ളതിൽ നല്ല ഏറ്റവും ബെസ്റ്റായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു GPT-5 എന്ന് പറഞ്ഞ മോഡലാണ് ChatGPTയുടെ. പണ്ടേത്തെ പോലെ നമ്മളിനി നീട്ടി വാരി വലിച്ചിട്ടൊന്നും കമാൻഡ് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇത്രയാണ് കൊടുക്കുന്നത്, അത് മനസ്സിലാക്കിയിട്ട് സെറ്റാക്കി തരുന്നുണ്ട്. ആ പഴയ തിങ്കിങ് കാണിച്ചിട്ട് അവിടെ ചിലപ്പോൾ സ്റ്റോപ്പായി പോകുന്നത് ആളില്ല, നമ്മൾ പറയുന്നത് തെറ്റി. എന്നാലും തെറ്റൂല എന്നല്ല ഞാൻ പറഞ്ഞ, ഒന്നുകൂടി പറയുന്നത്, അതായത് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഇത് കിട്ടും. മെമ്മറി മാനേജ്മെൻ്റ് ആയാലും എല്ലാം അത്യാവശ്യം നല്ലോണം സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇനി അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ഞാൻ പറഞ്ഞില്ലേ, കോപ്പൈലറ്റിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള മോഡൽസിൻ്റെ കംപ്ലീറ്റ് ആ ഒരു ഇൻ്റർഫേസ് ചേഞ്ചും എല്ലാത്തിൻ്റെ ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ ഓക്കെ, ബൈ. സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഓക്കെ.